അപ്പോൾ ആദ്യത്തെ ഹെയർ മാസ്ക് എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത്തെ മാസ്ക് നമുക്ക് ചെയ്യാം. നമ്മുടെ മുടിക്ക് നല്ലൊരു മോയ്സ്ചറൈസേഷൻ എഫക്റ്റ് കൊണ്ടുവരുന്ന, അതായത് ഡ്രൈ ഹെയർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്യൂട്ടബിൾ ആയിരിക്കും ഈ മാസ്ക്. നമ്മുടെ മുടിയിലുള്ള താരൻ്റെ പ്രശ്നങ്ങൾ, മുടി കൊഴിച്ചിൽ, ഇതൊക്കെ മാറുന്നതിന് ഈ മാസ്ക് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു മാസ്കാണിത്. അതുകൊണ്ട് നിങ്ങൾക്കൂടെ കാണിച്ചു തരാം. നല്ല നാച്ചുറലായിട്ട് നമ്മുടെ മുടി സ്ട്രോങ് ആവാനും സ്മൂത്ത് ആവാനും ഫ്രിസിനെസ് ഒക്കെ മാറാനും ഇതിന് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാട്ടോ ഇൻഗ്രീഡിയൻറ്റ് നിങ്ങൾ കാണുന്നില്ലേ, ഇത് കറ്റാർവാഴയാണ്. കറ്റാർവാഴയുടെ ഒരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് ആയത് അതിൻ്റെ അകത്തുള്ള ജെല്ലിയാണ് നമുക്ക് വേണ്ടത്. പിന്നെ വേണ്ടത് ഇഞ്ചിയാണ്. അത് ഈ ഒരു എമൗണ്ട് ഇഞ്ചി എടുത്ത് വെച്ചാൽ മതി, ഒരു ചെറിയ പീസ്. ഇഞ്ചി ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ തലയൊട്ടിയിൽ എന്തെങ്കിലും സ്ക്രാച്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ, നമ്മുടെ നഖം കൊണ്ട് സ്ക്രാച്ചസ് ഉണ്ടായാൽ ഇഞ്ചിയുടെ നീര് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് നീറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ നോക്കി മാത്രം ഉപയോഗിക്കുക കേട്ടോ. ഇഞ്ചിക്ക് ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടീസൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കാൽപ്പിൽ ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ കുറയാൻ വേണ്ടിയിട്ട് വളരെയേറെ നല്ലതാണ് ഇഞ്ചി. പിന്നെ ഒരു സ്പൂൺ ഇഞ്ചി നീരും പിന്നെ ഒരു സ്പൂണോളം നമ്മൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് ആഴ്ചയിൽ ഒരിക്കലോ ഒരു 2 ആഴ്ച കൂടുമ്പോഴോ ഒക്കെ നമ്മുടെ സ്കാൽപ്പ് മസാജ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാട്ടോ. അപ്പോൾ 4 ഇൻഗ്രീഡിയൻറ്റ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി വേണ്ടത് പഴമാണ്. നല്ലോണം പഴുത്ത പഴമാണെങ്കിൽ അത്രയും നല്ലത്. ഞാനിവിടെ അവൈലബിൾ ആയിട്ടുള്ള ഒരെണ്ണം എടുക്കുവാണ്. ഇത് നല്ലോണം ചെറു കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് മിക്സ് ചെയ്തെടുക്കുവാണ് വേണ്ടത്. നമ്മുടെ തലയിലുള്ള മുടിയുണ്ടല്ലോ, അത് കൊഴിഞ്ഞു പോകുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആ മുടിക്ക് ബലമില്ലാണ്ട് വരിക എന്നുള്ളതാണ്. റൂട്ടിൽ നിന്ന് വരുന്ന ഉടനെ തന്നെ ഇത് ഒരു ബലമില്ലാത്ത ആരോഗ്യമില്ലാത്ത മുടിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കൊഴിഞ്ഞു പോകും. ഇത് മാറ്റാനായിട്ട് ഇൻറ്റേർണലി എക്സ്റ്റേർണലിയും നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യണം. ഇൻറ്റേർണലി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല ഭക്ഷണം കഴിക്കുക. വൈറ്റമിൻസ്, ആൻറ്റി ഓക്സിഡൻസ്, പ്രോട്ടീൻസ് ഒക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക. ചെറുപയറൊക്കെ ധാരാളം കഴിക്കുന്നത് നല്ലതാണ്. ഓരോ ദിവസവും ഓരോ മുട്ട അത് പുഴുങ്ങിയൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ ഇലക്കറികളൊക്കെ ധാരാളം കഴിക്കുക കേട്ടോ, തോരൻ വെച്ചൊക്കെ കഴിക്കുക. അപ്പോൾ ഏകദേശം പ്രശ്നങ്ങളൊക്കെ തീരും. പിന്നെ എക്സ്റ്റേർണലിയാണ് നമുക്ക് ചെയ്യാനുള്ളത് ഇതുപോലത്തെ ഹെയർ പാക്കുകൾ ഉപയോഗിക്കുക. ഞാനിവിടെ ഓട്സ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു 2-3 ടേബിൾ സ്പൂണ് ഓട്സാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അടുത്തത് ഓട്സിനകത്ത് ധാരാളം ഫൈബർ കണ്ടൻറ്റ് ഉണ്ട്. നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇതൊരു ലൂബ്രിക്കേഷൻ എഫക്റ്റ് തരും. അതായത് നമ്മുടെ ഹെയറിൽ ഓവറോൾ ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റാണ് ഇത് തരുന്നത്. അതുകൊണ്ട് സ്കാൽപ്പ് എപ്പോഴും ഡ്രൈ ആവാതെ ഒരു കണ്ടീഷണർ ഉപയോഗിച്ച എഫക്റ്റ് ആയിരിക്കും നമുക്ക് ലാസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഞാനിവിടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വെള്ളം ഒരു 1/2 കപ്പോളം എടുക്കാം കേട്ടോ. 1/2 കപ്പോളം എടുത്തിട്ട് നമ്മുടെ തലയിൽ തേക്കാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം. ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഹെയർ നല്ലോണം കോംബ് ചെയ്ത് വൃത്തിയാക്കി വെക്കണം. പിന്നെ നമ്മുടെ മുടിയിൽ 1-2 ഡ്രോപ്പ് ഓയിൽ ഉപയോഗിച്ച് സ്കാൽപ്പ് വല്ലാണ്ട് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി ഓയിൽ കൊണ്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. പിന്നെ ഓയിലി സ്കാൽപ്പ് ഉള്ളവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എക്സ്ട്രാ ഓയിലൊന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട, ഡയറക്റ്റ് ഇത് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഈ ഓട്സ് നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യുന്നതിൻ്റെ തന്നെ നല്ലൊരു എഫക്റ്റ് ആയിരിക്കും ഫേസിലും കിട്ടുക. നമുക്ക് ഡെഡ് സെൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു പായ്ക്കാണ് ഓട്സ് എന്ന് പറയണത്. ഞാനിപ്പോൾ ഇവിടെ വെള്ളം എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പോളം കഞ്ഞിവെള്ളം ഈ വെള്ളത്തിന് പകരമായിട്ട് ഉപയോഗിക്കുക. അത് നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ്. പെട്ടെന്ന് തന്നെ മുടിക്ക് ലെങ്ത് വെക്കുന്നതിനും കട്ടി വെക്കുന്നതിനും പോയ മുടിയുടെ സ്ഥാനത്തൊക്കെ ചിലപ്പോൾ മുടി വരാണ്ടിരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതുപോലെ ചെറിയ ചെറിയ മുടികളൊക്കെ കിളിർത്ത് വരുന്നതിനും ഇത് ഉപകാരപ്പെടും കേട്ടോ. പിന്നെ ഞാനിവിടെ എൻ്റെ മുടി പല സെക്ഷൻസ് ആയിട്ട് എടുത്ത് ഇപ്പം കെട്ടി വെക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ പായ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ഞാൻ നമ്മുടെ ഫ്രണ്ട് ഹെയറൊക്കെ എടുത്ത് ചെയ്യുമ്പോൾ ഫ്രണ്ടിലത്തെ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, 2 സൈഡും, നെറ്റിയുടെ 2 സൈഡും അവിടെയൊക്കെ നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിലർക്ക് അവിടെയൊക്കെ മുടി കുറവായിരിക്കും. അതുകൊണ്ട് അവിടെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മുടിയുടെ മൊത്തം ലെങ്ത് എടുക്കുക. ടോട്ടൽ ലെങ്ത് മുഴുവനായിട്ടും ഈ പായ്ക്ക് അപ്ലൈ ചെയ്യുക കേട്ടോ. എനിക്ക് അങ്ങനെ അപ്ലൈ ചെയ്ത് വന്നപ്പോഴത്തേനും ലാസ്റ്റ് ചെറുതായിട്ടൊന്ന് എമൗണ്ട് കുറവുണ്ടായിരുന്നു. അപ്പം മുടിക്ക് കുറച്ച് ലെങ്ത് കൂടുതലുള്ളവർ എമൗണ്ട് കൂട്ടിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പം ഒരു പഴത്തിൻ്റെ സ്ഥാനത്ത് ഒരു 2 പഴമൊക്കെ ആയിട്ടും എടുക്കാം. പിന്നെ ഓട്സ് കുറച്ചുകൂടെ എമൗണ്ടിലൊക്കെ എടുത്ത് ഉപയോഗിക്കുക കേട്ടോ. അപ്പം ഞാനിവിടെ മുഴുവനായിട്ടിത് അപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഓരോ ലെയർ എടുത്ത് മുകളിലേക്ക് കെട്ടി വെച്ച് അങ്ങനെ മുഴുവൻ മുടിയും ഇങ്ങനെ കെട്ടി വെക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്.
അപ്പം ഞാൻ ദേ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഹെയർ പാക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു 10-20 മിനിറ്റോളം വെയിറ്റ് ചെയ്യാം കേട്ടോ. എൻ്റെ ഡ്രസ്സിലൊക്കെ ആയിട്ടുണ്ട്, എൻ്റെ ഫേസിലും ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതൊന്ന് പോയി വാഷ് ചെയ്തിട്ട് വരാം. നമ്മൾ ഡൈല്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു ഷാമ്പു വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഷാമ്പു പ്രത്യേകം ശ്രദ്ധിക്കണം, അത് പാരബൻ ഫ്രീ ആയിട്ടും സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാമ്പൂസ് വേണം നമ്മൾ സെലക്ട് ചെയ്ത് ഉപയോഗിക്കാനായിട്ട്. നിങ്ങൾ ഏത് ഷാമ്പു യൂസ് ചെയ്യുന്നത്, ഏത് ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിവ്യൂ പറയാം. ഇനി ഞാൻ എൻ്റെ ഹെയർ ഒന്ന് വാഷ് ചെയ്യാൻ പോവാം കേട്ടോ. വാഷ് ചെയ്തിട്ടുള്ള റിസൾട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ ഇതേ ഹെയറൊക്കെ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഹെയർ സിറം ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല, അത് ഇത്തിരി ഡ്രൈ ആയിട്ട് തോന്നുന്നേ. ഇനി ഹെയർ സിറം അപ്ലൈ ചെയ്തിട്ട് നല്ലോണം കോംബ് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് പഴമൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയറിൽ അതിൻ്റെ ചില പോർഷൻസും ഒക്കെ കാണാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓഫീസിലൊന്നും പോകുന്നതിന് മുന്നേ ആയിട്ട് ഇത് ഉപയോഗിക്കണ്ട കേട്ടോ. ഞായറാഴ്ചയൊക്കെ ഇത്തിരി ടൈം കിട്ടുന്നതിനനുസരിച്ചൊക്കെ ഈ മാസ്ക് ചെയ്യാം കേട്ടോ. പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞ ഉടനെ നനഞ്ഞ മുടിയോടുകൂടി നമ്മൾ ബെഡിൽ കിടക്കുകയൊന്നും ചെയ്യേണ്ട. അതായത് രാത്രിയിലൊക്കെ ഒരു 10 മണി 11 മണിയൊക്കെ ആകുമ്പോൾ കുളിക്കാനൊക്കെ ഇറങ്ങില്ലേ, അങ്ങനെയൊന്നും ചെയ്യേണ്ട. ഈ മാസ്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് മുടി നല്ലോണം ഉണക്കി എടുത്തിട്ട് വേണം നമ്മൾ കിടക്കാനൊക്കെ ആയിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ തലയിലുള്ള ഡാൻഡ്രഫ് കൂടാൻ ചാൻസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ മുടിയിൽ ഓൾറെഡി കുറച്ച് നനവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫംഗൽ ഇൻഫെക്ഷൻ ആയിട്ടും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും നനഞ്ഞ മുടിയോട് കൂടി ഒരിക്കലും കിടന്നുറങ്ങരുത്. പിന്നെ ഞാനൊരു കാച്ചെണ്ണ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ കാണേണ്ടവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുക, അത് പോയി കാണുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഹെൽപ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ.